ഹായ് എവരിവൺ. ഇപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മറയൂരാണ്. ഈ മറയൂർ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇവിടുത്തെ ഡോർമെറ്ററി ഓപ്ഷൻ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സർവീസസ് ഒക്കെ ആയിരുന്നു. പിന്നെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫ്സ് ഒക്കെ ആയിരുന്നു ഇവിടെയുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ചിന്നാർ വസ്യപ്പാറ ട്രെക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളൊരു 8 മണിയായപ്പോഴേക്കും ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്ററിലെത്തി വെയിറ്റിംഗ് തുടങ്ങി. ഇവിടെ സ്റ്റാഫ്സ് ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാഫ്സ് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇവിടെ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ ചിന്നാർ റിവറിൻ്റെ ഒരു ചെറിയൊരു സ്ട്രീം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് സമയം കളയാൻ വേണ്ടിയിട്ടൊക്കെ പോയി നിന്നിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഒരു ഗൈഡ് വന്നായിരുന്നു. അപ്പോൾ ലെഫ്റ്റിൽ കാണുന്ന പുള്ളിയാണ് ഒരു ഗൈഡ്. പുള്ളി പറഞ്ഞത് ഇവിടെ വസ്യപ്പാറ ട്രെക്കിംഗ് കുറച്ച് ദിവസമായിട്ട് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞത്. കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, നല്ല ഒരു ദിവസം ഫുള്ളും യൂസ് ആവുന്ന ട്രെക്കിങ്ങാണ്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് നടക്കുമെന്നുള്ള ഡൗട്ടാണെന്നൊക്കെയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് വേറെ 2 പേര് ഈ വസ്യപ്പാറ ട്രെക്കിംഗ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ 2-3 പ്രാവശ്യം വന്നതാണ്. പിന്നെ 2-3 പ്രാവശ്യം വന്നപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു വിട്ട് പിന്നെ ഇവർ ഡയറക്റ്റ് വന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിനെ കണ്ട് പറഞ്ഞ് സോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും ഇവരുടെ ഒപ്പം തന്നെ ട്രെക്കിംഗ് ചെയ്യാൻ പറ്റി. ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരിക. ഓൺലൈൻ ബുക്ക് ചെയ്താലേ ഇവിടെ ക്യാൻസൽ ആവാണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ട്രെക്കിംഗ് ഒക്കെ തുടങ്ങി. ഫസ്റ്റ് മലയുടെ പൊക്കത്തേക്ക് എത്തി. ഈ കാണുന്നൊരു വ്യൂ ആണ്. ഇതിപ്പോൾ ഞങ്ങൾ ട്രെക്കിംഗ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 കിലോമീറ്റർ ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞാണ് നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ആക്ച്വൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത്. ഇത് ജസ്റ്റ് ഇച്ചിരി നടന്നപ്പോഴേക്കും ഒരു മലയുടെ ടോപ്പ് എത്തിയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടി. അവിടെ നിന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു. കുറച്ച് റിപ്ലൈ തളർന്നു തുടങ്ങി. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വെയിലാണ്. 16 കിലോമീറ്ററിൻ്റെ ട്രെക്കിങ്ങിൽ ഈ ഒരു 4 കിലോമീറ്ററും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 12 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ആ 12 കിലോമീറ്ററിൻ്റെ ഒപ്പം ഈ ഒരു 4 കിലോമീറ്ററും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്തെത്തും. അതിൽ 4 കിലോമീറ്റർ ചിലപ്പോഴൊക്കെ വണ്ടി അവൈലബിൾ ആയിരിക്കും. നമ്മളെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യും സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക്. ഇല്ലാത്തപ്പോൾ നമുക്കിങ്ങനെ ഒരു 4 കിലോമീറ്ററും കൂടി അഡീഷണൽ, 4 ശരിക്കും 8 കിലോമീറ്റർ അഡീഷണൽ നടക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ ട്രെക്കിംഗ് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിലാണ്. ബാക്കി ടെറൈൻ അത്ര വലിയ അങ്ങനെ കയറ്റമിറക്കമൊന്നും തോന്നിയില്ല. പക്ഷേ ഈ വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ ഡെൻസ് ഫോറസ്റ്റ് ഒന്നുമല്ല, ചിന്നാർ വനങ്ങൾ മറ്റേ മഴനിഴൽ കാടുകളാണല്ലോ. അപ്പോൾ ഇവിടെ കൂടുതൽ ഷ്രബ്സാണുള്ളത്. അപ്പോൾ ഹൈറ്റ് കൂടിയ മരങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിൽ ഡയറക്റ്റായിട്ട് നമ്മളുടെ തലയിലേക്ക് അടിക്കുന്ന ഒരു രീതിയിൽ. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുള്ളി കവേർഡായിട്ടുള്ള ഡ്രസ്സും സൺസ്ക്രീനും എല്ലാം എടുക്കുക. പിന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ആവശ്യം വരും. വെള്ളം ബോട്ടിൽസും ഇതൊക്കെ ക്യാരി ചെയ്യുക. അത്യാവശ്യം ഫുഡും എനർജി ബൈറ്റ്സൊക്കെ ക്യാരി ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ നിറച്ചും കാക്ടസ് ഉണ്ട്. അപ്പോൾ കാക്ടസും കുറേ മുള്ളു ചെടികളൊക്കെ ഉണ്ട്, കുറേ ഷ്രബ്സും. അപ്പോൾ ഷോർട്സ് ഒന്നും ഇട്ടുണ്ട് ട്രെക്കിങ്ങിന് വരാണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സൈറ്റിംഗായ നക്ഷത്രാമയാണ്. നക്ഷത്രാമയെ കണ്ട് ഇത് ഭാഗ്യമെന്ന് പറയണവർ അങ്ങനെ പെട്ടെന്നൊന്നും കാണാറില്ല ഇവരെ. ഞങ്ങൾക്ക് ഈ ഒരു 4 കിലോമീറ്റർ എക്സ്ട്രാ നടന്നതുകൊണ്ട് ഇവനെ കാണാൻ പറ്റി. വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നക്ഷത്രാമ. നക്ഷത്രാമയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ നക്ഷത്രാമനെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ചത്തുപോകും എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ ഫോറസ്റ്റ് ഗൈഡ് നക്ഷത്രാമേനെ എടുത്തിട്ട് നമ്മളുടെ ഒപ്പം തന്നെ കൊണ്ടുപോയി. അത് മുമ്പിൽ കുറച്ച് ഒരു റിവറിൻ്റെ ഏരിയ ഉണ്ട്, ചിന്നാർ നദിയിലെ ഒരു ഏരിയ വരും. അപ്പോൾ അവിടെ കൊണ്ടുപോയി വിടാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. അപ്പോൾ ഈ നക്ഷത്രാമയ്ക്ക് ഇവിടെ കോടികളായിട്ടോ റേറ്റ്. ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എവിടെ ബ്ലാക്ക് മാർക്കറ്റിൽ നക്ഷത്രാമനെ വിറ്റാലും അതിൻ്റെ അന്വേഷണം എത്തുന്നത് ചിന്നാർ വൈൽഡ് ലൈഫിലാണെന്ന് പറയുന്നത്. കാരണം അത് ഇവിടെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എൻഡമിക് സ്പീഷീസ് ആയിട്ടുള്ളൊരു ആമയുടെ സ്പീഷീസാണിത്. അങ്ങനെ കുറേ വെയിലത്ത് ഇങ്ങനെ നടന്ന് സോ ഇവിടെ വരുന്നവർ അത്യാവശ്യം ഫിസിക്കലി ഫിറ്റും ആയിരിക്കണം. കാരണം 20 കിലോമീറ്റർ കംപ്ലീറ്റ് നിങ്ങൾ ശരിക്കും 12 കിലോമീറ്റർ ആണെങ്കിലും 20 കിലോമീറ്റർ നടക്കാനുള്ളൊരു സെറ്റപ്പിൽ തന്നെ വരണം. പിന്നെ അത് ആ കാണുന്ന 3ാമത്തെ മലയിലാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 4 കിലോമീറ്റർ നടന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് എത്തുന്നത്. ഈ ഒരു നദിയാണ്, റിവർ ചിന്നാർ നദിയാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്നാണ് ശരിക്കും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് വണ്ടിയിൽ ഇവിടം വരെ നമ്മളെ കൊണ്ടുവന്ന് വിടും. പക്ഷേ ഈ പ്രാവശ്യം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നടക്കേണ്ടി വന്നു 4 കിലോമീറ്ററോളം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് നമുക്ക് ഈ റിവറൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാം. ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. ഈ പഴനി പോകുന്ന തീർത്ഥാടകരൊക്കെ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റിൽ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നു. അവരൊക്കെ പഴനിയിലേക്ക് നടന്നു പോകുന്ന ടീംസാണ്. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കും കുറേ പേരുണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പഴനിയിലേക്ക് ബൈ ഫുഡ് തന്നെ നടന്നു പോകുന്നു കുറേ പേരുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ നല്ല രസമാണ്. അത്യാവശ്യം തണലൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് അടുത്ത ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു എല്ലാവരും. അപ്പോൾ നമ്മുടെ ഈ ട്രെക്കിംഗ് ബുക്കിംഗ് ചെയ്യുന്നത് നമ്മുടെ chinar.in എന്ന വെബ്സൈറ്റിലാണ്. മൂന്നാർ വൈൽഡ് ലൈഫിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ചിന്നാർ സെലക്ട് ചെയ്താലും www.chinnar.in എന്ന വെബ്സൈറ്റിലേക്ക് ഫോർവേഡ് ആവും. എന്നിട്ട് അവിടെയാണ് നമ്മുടെ ട്രെക്കിംഗ് ഓപ്ഷൻസൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്യുക. ഒരാൾക്ക് 700 റുപ്പീസാണ് വരുന്നത്. പിന്നെ ക്യാമറ എക്സ്ട്രാ വരും. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ ഗേറ്റ് വേ ചാർജസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 100 റുപ്പീസ് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നേരിട്ട് വന്നിട്ട് അന്വേഷിച്ചിട്ട് ഗൈഡുമാർക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ, കാരണം അവരുടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോകും ഈ ഒരു ട്രെക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എലിഫൻ്റ് അറ്റാക്സ് കൂടുതലാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നതും ഒരുമാതിരി പീക്ക് സമ്മർ ടൈമിലായതുകൊണ്ട്, പിന്നെ എലിഫൻസിൻ്റെ ബ്രീഡിങ് ടൈമും കൂടിയാണ്. അവർ നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എലിഫൻ്റ് അറ്റാക്സ് ഫ്രീക്വൻ്റ് ആണ്. പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഗൈഡും നമ്മളുടെ ഒപ്പം വന്നൊരു ഗൈഡ് പറഞ്ഞത് പുള്ളി RR ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീമിലുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ ട്രൈബ്സിൻ്റെ കോളനീസിലേക്ക് ആന കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ രാത്രിയൊക്കെ കാവൽ നിൽക്കുന്നതാണ്. കാരണം ആനയുടെ ശല്യം കുറച്ച് കൂടുതലാണ് ഈ ടൈം, ഇവരുടെ ബ്രീഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ. ഈ ഒറ്റയാന്മാരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കറങ്ങി നടക്കുന്ന സമയമാണ്. പിന്നെ ഇഷ്ടംമാരെ ഈ ഒറ്റയാന്മാരുടെ ഫൈറ്റും നടക്കാറുണ്ട് ഈ ഒരു ടൈമിൽ. അവർ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീമെയിലിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ചാലഞ്ചാണ്. 2 മെയിൽ എലിഫൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ അടുത്ത റെസ്റ്റിംഗ് സ്റ്റോപ്പിലേക്ക് എത്തി. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ലോണം ടയേർഡായി. വെയിൽ കാരണമാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നല്ല ചൂടും നല്ല വെയിലും തണലും കുറവാണ്. അതൊക്കെയാണ് ഈ ട്രക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ ഞങ്ങളുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും തുടങ്ങി. അപ്പോൾ നമ്മളുടെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമുക്കൊരു 3 മല, 3ാമത്തെ മലയുടെ ടോപ്പ് വരെ എത്തണം. അപ്പോൾ 2 മല കയറി ഇറങ്ങി വീണ്ടും 3ാമത്തെ മലയുടെ ടോപ്പിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം
കയറ്റം ഇറക്കമൊക്കെ കുറച്ച് കുറവാണെന്ന് ഞാൻ പറയും. അത്ര അങ്ങനെ റിസ്ക് ആയിട്ടൊന്നുള്ള കയറ്റമൊന്നുമില്ല. ഫുള്ളും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ തന്നെയൊക്കെയാണ് കൂടുതലും നടക്കണം. ഇടയ്ക്ക് ഒരു കയറ്റങ്ങൾ വരുമെങ്കിലും മാനേജബിളാണ്, അങ്ങനെ വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇവിടെ വരുന്നവർ കുട്ടികളെയൊന്നും കൊണ്ടുവരാതിരിക്കുക, കാരണം നല്ല വെയിലാണ്, സൺബേൺസ് അടിക്കും. കുട്ടികളെ അലവും ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ല, കാരണം അത്യാവശ്യം എലിഫൻസിൻ്റെ സോണൊക്കെ ആയതുകൊണ്ട് അനിമൽ അറ്റാക്സ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഗൈഡുമാർ പറയുന്നതനുസരിച്ച് അത് ഫോളോ ചെയ്ത് നടക്കാം. എപ്പോഴും ആനിമൽസായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പിന്നെ നമ്മി പോകുന്ന വഴിയിൽ ഏറ്റവും മുമ്പിൽ ഒരു ഗൈഡ് എസ്കോർട്ടായിട്ട് പോകുന്നുണ്ട്. അതായത് കുറച്ച് ഡിസ്റ്റൻസിൽ മുമ്പിൽ നടന്നു പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ വേറെ ആനിമൽസോ എന്തെങ്കിലും ആനകളോ വല്ലതൊക്കെ നിൽക്കണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം പോലെ തോന്നിക്കഴിഞ്ഞാൽ പുള്ളി വന്ന് നമ്മളെ വേറെ റൂട്ടിൽ കൂടെ കൊണ്ടുപോകും. പിന്നെ അങ്ങി പോകുന്ന വഴി ഫുള്ളും ഏകദേശം ആനയുടെ ഒരു ചിഹ്നം വിളിയും അങ്ങനത്തെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, ആനയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ആനകൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റിയത് ഏകദേശം ഒരു ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഇവിടെ വരുന്നവർ അത്യാവശ്യം ഒരു മോഡറേറ്റ് ഫിറ്റ്നസ് എങ്കിലും ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കാരണം ഒരു 20 കിലോമീറ്റർ, ഞാൻ പറഞ്ഞല്ലോ 20 കിലോമീറ്റർ നടക്കാൻ പറ്റിയ ആൾക്കാരായിരിക്കണം. അതും വെയിലൊക്കെ കൊണ്ട് അവരൊക്കെ ആയിരിക്കണം. സൺബേൺ അടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കും അടിച്ചായിരുന്നു. ഈ ഒരു ട്രക്കിംഗ് കഴിഞ്ഞ ഒരു 2 ദിവസം സൺബേൺ അടിച്ച് ഇരിപ്പായിരുന്നു വീട്ടിൽ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാപ്പ് റിവർ, നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലെ റിവറിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാപ്പ് അവിടെ മറന്നു വെച്ചു. പിന്നെ ഈ നടന്ന വഴി മൊത്തം ഉള്ള വെയിൽ ഫുള്ളും കൊണ്ടാണ് നടന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത റെസ്റ്റിംഗ് പോയിന്റിലേക്ക് എത്തി. ഈ ഒരു ഏരിയ നല്ല രസമാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഇങ്ങനെ ബെഡായിട്ടുള്ളൊരു ബ്രാഞ്ചസ് ഒക്കെ ഉള്ള മരങ്ങളാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കയറാൻ തോന്നും, പക്ഷേ ആ മരങ്ങൾക്ക് അധികം ബലമില്ല. ബ്രാഞ്ചസൊക്കെ നമ്മൾ കയറുമ്പോഴേക്കും ചിലപ്പോൾ ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഈ മരങ്ങളും ഒരു പാറയുടെ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. ഈ ഏരിയ നല്ല രസമുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരൽ കുറച്ച് പാടായതുകൊണ്ട് നമുക്കിങ്ങനെ വരുമ്പോഴേക്കേ ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല തണലുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം കുറച്ചൊന്ന് പുറത്തുള്ള ചൂടിനേക്കാളും ഒരു നല്ല തണലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ് ഇവിടെ. എല്ലാവരും ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എനർജി റീഗെയിൻ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ഗൈഡ് നമുക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആനകളുടെയൊക്കെ. ഇവർക്കിവിടെ ഡെയിലി ഇങ്ങനെ നടന്ന് ഓൾമോസ്റ്റ് അവരുടെ ഒരു എവറി ഡേ ലൈഫ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ട്രക്കിംഗ് ഉള്ളത്. പക്ഷെ നമുക്കിത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ നമ്മുടെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ട്രക്കിംഗ് കണ്ടിന്യൂ. അപ്പോൾ ഈ ഒരു സ്പോട്ട് കഴിഞ്ഞ് പിന്നെ ഉള്ളത് കുറച്ച് കയറ്റങ്ങളാണ്, പാറകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയാസാണ്. അപ്പോൾ അതിലേക്ക് കയറി മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈറ്റിങ്സ്, നമ്മൾ പീകോക്സ് ഇഷ്ടംമാരുണ്ട്, പിന്നെ ഗ്രേ ലങ്കൂർ, ഈ ഒരു നക്ഷത്രാമയൊക്കെ ഭയങ്കര റെയറാണെന്നാണ് പറയും. നക്ഷത്രാമനെ അങ്ങനെ കണ്ടു കിട്ടാറൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കാണാൻ പറ്റി. പിന്നെ ആനകളെ കാണാൻ പറ്റും, ഇഷ്ടംമാരെ ആന. ഞങ്ങൾക്കും ഈ പ്രാവശ്യം ഒരു 2 ഒറ്റയാനയും
പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആനേനെയും കാണാൻ പറ്റിയായിരുന്നു. ഇന്നൊരു പർട്ടിക്കുലർ പോയിന്റിൽ ആനകളുടെ പ്രസൻസ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് ഗൈഡ് പറയുന്നതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോകാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നായിരുന്നു. നമ്മൾ അടുത്ത മലയുടെ ടോപ്പിലെത്തി. ഇത് രണ്ടാമത്തെ മലയാണ്. ഇങ്ങനെ ഇനി ഒരു മലയും കൂടി കയറാനുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ടോപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാട്ടോ. ഈ നല്ല ഓപ്പൺ ആയിട്ടുള്ള തിക്ക് ഫോറസ്റ്റ് അല്ലാത്തതുകൊണ്ട്, അതായത് നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റ് പോലെ കവേർഡ് ആയിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ടിലേക്കൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ താഴെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ നടക്കണമെങ്കിൽ തന്നെ നമുക്ക് മോളിൽ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ലോങ്ങിലാണ്, അതുകൊണ്ട് തന്നെ ബൈനോക്കുലേഴ്സ് അല്ലെങ്കിൽ ടെലിസ്കോപ്പിക് ലെൻസൊക്കെ ഉള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. ഫോറസ്റ്റ് ബെറിയൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് ഇടയ്ക്ക് എടുത്ത് കഴിക്കാം. അവിടെ ചെത്തിപ്പഴം പോലെ ഇരിക്കും കാണാനൊക്കെ. ഇപ്പോൾ രണ്ടാമത്തെ മല കയറി കഴിഞ്ഞ് പിന്നെയുള്ള റൂട്ട് കുറച്ച് രസമാണ്. കാരണം പാറകളും സംഭവം ക്ലൈമ്പാണ്, മുകളിലേക്കാണ്. പക്ഷെ എന്നാലും ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ നല്ല രസമാണ്. കുറച്ച് പാറകളുടെ ഈ ഒരു സ്ട്രക്ചേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് കയറാം. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് തണലും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി തുടങ്ങി. അപ്പം അങ്ങനെ കുറേ പേരൊക്കെ ടയേർഡായി തുടങ്ങി. എല്ലാവരും ടയേർഡായെന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ദൂരം വെയിലും കൊണ്ട് നടക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലോണം ടയേർഡാവും. ചിമ്മിനി ഡാമിൻ്റെ അവിടെ ഒരു ട്രക്കിംഗ്. അങ്ങനെ അടുത്ത റെസ്റ്റിംഗ് ഏരിയയിലെത്തി. ഇതാണ് ജെയിംസ്, നമ്മുടെ കുംഫു പാണ്ഡേനി. അതിൻ്റെ പുറകിൽ ബിനോയ്, ഇത് റോൾസൺ, ഡെന്നി ബോയ്, അതൊക്കെ ഒരു ഫോളാണോ, ജൂഡ്, ബബിത്ത്, റേമണ്ട്. ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ ഒപ്പം എക്സ്ട്രാ വന്ന ആൾക്കാർ. ഇവർ കാരണമാണ് ഞങ്ങൾക്ക് ഇന്ന് ട്രെക്കിംഗ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വേറെ ഷോർട്ട് ട്രെക്കിങ്സ് വല്ലതും ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഞങ്ങൾ മുകളിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് താഴെ ഞാൻ പറഞ്ഞ ഒരു ഒറ്റക്കൊമ്പനല്ല ഒറ്റയാന ഇതാ ഫീൽഡിൽ നിൽക്കുന്നു. ഇത് താഴെ ഉണ്ടോ, നല്ല ഡിസ്റ്റൻസിലാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും ഫോക്കസ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. അങ്ങനെ വേറൊരു ഒറ്റയാനയും കൂടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ ബ്രീഡിങ് സീസണിൽ ഇങ്ങനെ കുറേ ഫൈറ്റ് നടക്കാറുണ്ട്. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ അവർ മിക്കപ്പോഴും മരത്തിൻ്റെയൊക്കെ താഴെ ഇങ്ങനെ തണലിലാണ് നിൽക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ അവർക്കും വെയിൽ കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ കുറച്ച് നേരം ഇവനെ കണ്ടു നിന്ന് ഞങ്ങളുടെ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഇനിയും കുറച്ചും കൂടി നമുക്ക് പോകാനുണ്ട് മുകളിലേക്ക് എത്താനായിട്ട്. പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടാമത്തെ മല കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തണലൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത്ര അങ്ങനെ പ്രോബ്ലമായിട്ട് തോന്നിയില്ല. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, എന്താ താഴെ കാണുന്ന ഏരിയയിലാണ് നമ്മുടെ വൈൽഡ് ആനിമൽസൊക്കെ ക്രോസിങ്ങും എല്ലാം ചെയ്യുന്നത്. കുറേ കാട്ടിയും ഈ ആനകളും വൈൽഡ് ഡോഗ്സൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളുടെ ഫൈനൽ സ്ട്രെച്ചിലേക്ക് എത്തി. മുകളിൽ കാണുന്ന ഒരു ഹട്ടാണ് നമ്മുടെ മസ്യപ്പാറ. ഇവിടെ നമുക്ക് പെരിയകൊമ്പ് ലോഗ് ഹൗസും കാണാൻ പറ്റും. ഇതാ കാണുന്ന ഏരിയയാണ് ആ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ടിൻറ്റ് കാണുന്ന ഏരിയയാണ് നമ്മുടെ പെരിയകൊമ്പ് ലോഗ് ഹൗസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി. അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ചേറെ റെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ ഗൈഡ് ഇപ്പോഴും അവിടെ താഴെ ആനകളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മൊമെൻറ്റ്സ് കാണുമ്പോൾ പുള്ളി നമ്മളെ വിളിച്ച് കാണിക്കാറുണ്ട്. പിന്നെ ഒരു ആനക്കൂട്ടത്തിനെയും കണ്ടായിരുന്നു. ആനക്കൂട്ടം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം, പക്ഷേ അവനെ വീഡിയോയിൽ കിട്ടിയില്ല. കാരണം
അന്നേരം ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലെൻസ് ചേഞ്ച് ചെയ്തായിരുന്നു. ഇത് നല്ല ലോങ്ങിലായതുകൊണ്ട് ടെലി ലെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ വേറെ അടുത്ത ഒറ്റയാന, ഞാനും തണലത്ത് നിൽക്കുകയാണ്. ഈ ഒരു നല്ല ചൂടായതുകൊണ്ട് എല്ലാവരും തണലത്താണ്. ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് മുഖമൊക്കെ കഴുകി ഒന്ന് റിഫ്രഷായി ഫുഡ് കഴിക്കേണ്ടവർ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർ ഫോട്ടോസ് എടുത്ത് ഇഷ്ടംമാതിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ്. ഈ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഇവിടെ സ്റ്റേ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഹട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഹട്ട് കത്തിപ്പോയി കംപ്ലീറ്റ്, ഫോറസ്റ്റ് ഫയർ കാരണം. അങ്ങനെ അവർ നിർത്തി ഇട്ടിരുന്നതാണ്. ഇതിപ്പോൾ റീ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ. നല്ലൊരു ഓപ്ഷനാണ് സ്റ്റേ ചെയ്യാനായിട്ട്. പെരിയ കൊമ്പ് ലോഗോസും ഇതേപോലെയൊക്കെ തന്നെ, അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങളുടെ റിട്ടേൺ സ്റ്റാർട്ട് ചെയ്തു. കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തോന്നിയില്ല കേട്ടോ. ഇറങ്ങാൻ പെട്ടെന്ന് തീർന്നായിരുന്നു. തിരിച്ചു പോണ റൂട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ആദ്യം രാവിലെ കണ്ട ആ ഒരു വെള്ളത്തിൽ ചാടി, അവിടെ ചിന്നാർ നദിയിൽ ചാടി കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ തിരിച്ച് കൊച്ചിയിലേക്ക് എത്തി. ഞങ്ങൾ ബൈക്കിലാണ് പോയത്, 4 ബൈക്കും 8 പേരും. ബൈക്ക് റൈഡ്സ് എപ്പോഴും ഒരു അടിപൊളി ഫീലിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.